2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പരിശോധിക്കുമ്പോൾ 110ഓളം നിയമസഭാ മണ്ഡലങ്ങളിലാണ് UDF ഒന്നാം സ്ഥാനത്ത് വിജയിച്ചു നിൽക്കുന്നത്. പക്ഷേ 2019 ഇത്ര തന്നെ സീറ്റുകൾ നേടിയിട്ടും 21 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 40 സീറ്റുകളിലേക്ക് കൂപ്പുകുത്തി വീഴുകയായിരുന്നു UDF എന്നതും ശ്രദ്ധേയമാണ്. 2016 21 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകിയിരുന്നത് രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയുമായിരുന്നു. ചെന്നിത്തല ചാണ്ടി യുഗത്തിന് മുമ്പ്, അതായത് 1977 രാജൻ കേസിനെ തുടർന്ന് കെ കരുണാകരനെ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റി ആന്റണി നേതൃത്വം ഏറ്റെടുത്തെങ്കിലും ജനസ്വീകാര്യത കണക്കിലെടുത്ത് കെ കരുണാകരൻ തന്നെ നേതൃസ്ഥാനത്തേക്ക് എത്തി. 78 കോൺഗ്രസ് പിളർന്നപ്പോൾ ആന്റണി ഇന്ദിരാഗാന്ധി വിരുദ്ധ ചേരിയിലായി. ഇന്ദിരയ്ക്കൊപ്പം നിന്ന കരുണാകരൻ അജയ്യനായി മാറുകയും ചെയ്തു. തുടർന്ന് 82 91 നടന്ന തിരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി കെ കരുണാകരൻ. എന്നാൽ 95 നേതൃസ്ഥാനത്ത് നിന്ന് കരുണാകരനെ മാറ്റി AK ആന്റണി ആ പദവി അലങ്കരിച്ചു. 2001 വീണ്ടും ആന്റണി തന്നെ മുഖ്യമന്ത്രിയായി. പക്ഷേ പിന്നീട് ഒരു നാക്കുപിഴ കൊണ്ട് ആ സ്ഥാനം നഷ്ടപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. ന്യൂനപക്ഷങ്ങൾ അനധികൃതമായി ആനുകൂല്യങ്ങൾ നേടുന്നു എന്ന് മള്ളിയൂർ ക്ഷേത്രസന്നിധിയിൽ വെച്ചുള്ള ആന്റണിയുടെ പ്രസംഗം മുസ്ലിം ലീഗിന്റെയും കേരള കോൺഗ്രസിന്റെയും കണ്ണിലെ കരടാക്കി മാറ്റി ആന്റണിയെ. പിന്നീട് ഇന്ന് LDF ഉണ്ടായതിനേക്കാൾ വലിയ പരാജയം 2004 കോൺഗ്രസിനുണ്ടായി. ആ അവസരം മുതലെടുത്തോ എന്തോ സോണിയാഗാന്ധി കേരളത്തിൽ വന്ന് AK ആന്റണിയുടെ രാജി ആവശ്യപ്പെട്ടു. വമ്പൻ പരാജയത്തിൽ അന്നത്തെ മുഖ്യമന്ത്രിമാരെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുന്ന രീതി ഇടതുപക്ഷത്തിന് ഇല്ല എന്ന് തോന്നുന്നു. ഉണ്ടെങ്കിൽ എന്താകുമായിരിക്കും കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അവസ്ഥ? കേരളത്തിൽ നിന്ന് ഒരു നേതാവിനെ കേന്ദ്രത്തിലേക്ക് പറഞ്ഞുവിടാൻ യാതൊരു നിർവാഹവും ഇല്ലായിരുന്നു അന്നത്തെ കോൺഗ്രസിന്. ആ സമയത്താണ് AK ആന്റണിയെ രാജ്യസഭയിലൂടെ പ്രതിരോധ മന്ത്രിയാക്കുന്നത്. അങ്ങനെ കരുണാകരൻ ആന്റണി യുഗം കോൺഗ്രസിൽ അവസാനിക്കുന്നു. പിന്നീട് അങ്ങോട്ട് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും തമ്മിലുള്ള ഗ്രൂപ്പ് പോരാട്ടവും മറുവശത്ത് പിണറായിയും അച്യുതാനന്ദനും തമ്മിലുള്ള മുഖ്യമന്ത്രി സ്ഥാനത്തിനുള്ള പോരാട്ടവും തകൃതിയിൽ കേരള രാഷ്ട്രീയത്തിൽ നടന്നു. 2 വർഷത്തേക്ക് മുഖ്യമന്ത്രി കസേരയിൽ തൊട്ടുതലോടിയ ചാണ്ടി പിന്നീട് 2011 കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി. 2006 മുതലേ പാർലമെന്ററി പാർട്ടി നേതൃത്വത്തിന് വേണ്ടിയുള്ള ഗ്രൂപ്പ് മത്സരം കോൺഗ്രസിൽ തുടങ്ങിയിരുന്നു. 2011 ഉമ്മൻചാണ്ടിക്കെതിരെ മത്സരിക്കുവാൻ കോൺഗ്രസിൽ I ഗ്രൂപ്പിൽ കെ സുധാകരൻ അടക്കമുള്ളവർ സമ്മർദ്ദമുണ്ടാക്കിയിരുന്നു. എന്നാൽ ഡെപ്യൂട്ടി മുഖ്യമന്ത്രി പദവിയും ആഭ്യന്തര വകുപ്പും ഒക്കെ ഉമ്മൻചാണ്ടി നൽകുമെന്ന് രമേശ് ചെന്നിത്തല പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ രമേശ് ചെന്നിത്തലയുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ടതിന് ശേഷമാണ് NSS വരെ അതിൽ ഇടപെടുന്നത്. ഒടുവിൽ ഹൈക്കമാൻഡ് നേരിട്ടിടപെട്ട് രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തര വകുപ്പ് നേടിക്കൊടുത്തു. 2021 തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകുമോ അതോ ജനസ്വീകാര്യത ഏറെയുള്ള ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാകുമോ എന്ന സംശയം പാർട്ടിക്കുള്ളിൽ സജീവമായി ഉണ്ടായിരുന്നു. കോൺഗ്രസിനുള്ളിൽ പണ്ടേ ഒട്ടുമിക്ക നേതാക്കന്മാർക്കും സ്വീകാര്യനായ ഒരു നേതാവായിരുന്നു ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ. 2021 ഭരണം ലഭിക്കുമ്പോൾ ധനകാര്യമന്ത്രിയാക്കാൻ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും തീരുമാനിച്ചുറപ്പിച്ച നേതാവായിരുന്നു VD സതീശൻ. ഒരുപക്ഷെ ചരിത്രം അങ്ങനെ തീരുമാനിച്ചിരുന്നുവെങ്കിൽ സഭയ്ക്കുള്ളിൽ പ്രതിപക്ഷ നേതാവിന്റെ പദവിയെ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ സംസ്ഥാനത്തിന്റെ ഇപ്പോഴത്തെ സാമ്പത്തിക തളർച്ച പഴുതില്ലാതെ അടച്ച് ഒഴിവാക്കിയേനെ. പക്ഷേ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലേറി. 2021 വമ്പൻ പരാജയത്തോടെ തകർന്നുപോയ അല്ലെങ്കിൽ തളർന്നുപോയ അണികളെയും പ്രവർത്തകരെയും ഊർജ്ജസ്വലരാക്കുവാൻ നേതൃമാറ്റം ഉണ്ടാകുകയും ചെയ്തു. മുഖത്താകെ സൗമ്യമായ ചിരി പടർത്തിച്ചിരിക്കുന്ന VD സതീശൻ സംസ്ഥാനത്തിന്റെ പ്രതിപക്ഷ നേതാവും കണ്ണൂരിന്റെ വീറും വാശിയും ചോരാതെ ആർക്കു മുമ്പിലും അടിയറവ് വയ്ക്കാതെ കെ സുധാകരൻ KPCC പ്രസിഡന്റുമായി. അതോടെ കെ സുധാകരൻ VD സതീശൻ യുഗം ആരംഭിക്കുന്നു. ഇനി 2026 UDF അധികാരത്തിൽ വന്നാൽ ആരാകും മുഖ്യമന്ത്രി എന്ന ചോദ്യത്തിന് നിരവധി ഉത്തരങ്ങളാണ് നിലവിലുള്ളത്. ഉമ്മൻചാണ്ടിയോളം വരില്ലെങ്കിലും രമേശ് ചെന്നിത്തലയ്ക്കും ജനസ്വീകാര്യതയുണ്ട്. അദ്ദേഹവും എല്ലാ സാമുദായിക സംഘടനകളുടെയും പിന്നിലുള്ള നേതാവാണ്. അതുകൊണ്ട് രമേശ് ചെന്നിത്തലയ്ക്ക് സാധ്യതയുണ്ട്. പ്രതിപക്ഷ ശബ്ദമായി സഭയ്ക്കകത്തും പുറത്തും ശബ്ദമുയർത്തുന്ന ദ ഫാക്ട് സ്പീക്കിംഗ് ലീഡർ VD സതീശൻ 2001 മുതൽ തുടർച്ചയായി എറണാകുളം ജില്ലയിലെ പറവൂർ മണ്ഡലത്തിനെ പ്രതിനിധാനം ചെയ്യുന്ന സതീശൻ നിയമസഭയിൽ കാര്യങ്ങൾ പഠിച്ച് അവതരിപ്പിക്കുകയും മികച്ച പ്രകടനം കാണിക്കുകയും ചെയ്യാറുള്ള നേതാവാണ്. അതുകൊണ്ട് തന്നെയാണ് ധനകാര്യമന്ത്രിയായിരുന്ന തോമസ് ഐസക്കുമായുള്ള സംവാദം ശ്രദ്ധേയമായതും. തന്നെക്കാൾ സീനിയറായ കോൺഗ്രസ് UDF നേതാക്കളെ ഒരുമിച്ച് നയിച്ചു കൊണ്ടുപോകുന്ന പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തുള്ള VD സതീശന്റെ പ്രാഗൽഭ്യം
എഴുതിത്തള്ളാവുന്ന കാര്യമല്ല. പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിലും അല്ലാതെയുമൊക്കെ മുഖ്യമന്ത്രി പദവി അലങ്കരിക്കുവാൻ യോഗ്യനാണ് അദ്ദേഹം. KPCC അധ്യക്ഷനായ K. സുധാകരനും അവകാശപ്പെടാം ആ മുഖ്യമന്ത്രി കസേര. കോൺഗ്രസിൽ ഇനി മുഖ്യമന്ത്രി പദവി അലങ്കരിക്കുവാൻ യോഗ്യരായ നേതാക്കന്മാർ നിരവധിയുണ്ട്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പ്രധാന ശബ്ദം, അതിനുമപ്പുറം പ്രധാന മലയാളി ശബ്ദമായ ആലപ്പുഴയുടെ MP KC വേണുഗോപാൽ. ഒരുപക്ഷെ മുഖ്യമന്ത്രി പദവിക്ക് വേണ്ടി കോൺഗ്രസിൽ തർക്കമുണ്ടായാൽ ഹൈക്കമാൻഡ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുക KCയെ തന്നെയാവും. ശശി തരൂരും ആദ്യഘട്ടത്തിൽ സാധ്യതയുള്ള നേതാക്കന്മാരുടെ പട്ടികയിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ തിരുവനന്തപുരത്തെ കഷ്ടിച്ചുള്ള വിജയം അതിന് ചെറിയ മങ്ങൽ വരുത്തിയെന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും ഇടതുപക്ഷത്ത് ഏകപക്ഷീയമായ ഒരു നേതാവിലേക്ക് പാർട്ടി ചുരുങ്ങുമ്പോൾ കോൺഗ്രസിൽ നേതാക്കന്മാർ അങ്ങനെ പടർന്ന് പന്തലിച്ചു കിടക്കുകയാണ്. പ്രതിപക്ഷ നേതാവും കോൺഗ്രസിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ രമേശ് ചെന്നിത്തലയും KPCC പ്രസിഡന്റും AICC ജനറൽ സെക്രട്ടറിയും, ഇനി അതല്ല മറ്റേതെങ്കിലും ചെറുപ്പക്കാരായ നേതാക്കന്മാരെ പരിഗണിക്കണമെങ്കിൽ ഷാഫി പറമ്പിൽ വരെയുള്ള നേതാക്കന്മാർ തൊട്ട് KC വേണുഗോപാൽ വരെയുള്ള നേതാക്കന്മാരിലേക്ക് നീളുകയാണ് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനം. ആ പദവി ആരായിരിക്കും 2026 UDFന് അധികാരം ലഭിച്ചാൽ അലങ്കരിക്കുവാൻ പോവുക എന്ന് കണ്ടറിയണം. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.